കോഴിക്കോട് പാകിസ്ഥാൻ പൗരത്വമുള്ളവരോട് രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് പിൻവലിച്ചു പോലീസ്. കോഴിക്കോട് റൂറൽ പോലീസ് പരിധിയിൽ 3 പേർക്കാണ് നോട്ടീസ് നൽകിയിരുന്നത്. ദീർഘകാല വിസയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ എത്രയോ വർഷങ്ങളായി കേരളത്തിൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന അവർക്ക് നൽകിയ നോട്ടീസിനെ കുറിച്ചുള്ള വാർത്തകളും അവരുടെ ആശങ്കകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്? ഷീജ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കുന്ന നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത്തരത്തിൽ ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊയിലാണ്ടിയിൽ താമസിക്കുന്ന ഹംസ, വടകര വൈക്കിലേശ്ശേരിയിൽ താമസിക്കുന്ന ഖമറുന്നിസ, ഒപ്പം സഹോദരി അസ്മ എന്നിവർക്ക്, ഇങ്ങനെ 3 പേർക്ക് കോഴിക്കോട് റൂറൽ പോലീസിന്റെ പരിധിയിൽ ഈ നാട് വിട്ടു പോകണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങണം എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള നോട്ടീസ് ലഭിച്ചത്. എന്നാൽ വർഷങ്ങളായി തന്നെ കേരളത്തിൽ താമസിക്കുന്ന ആളുകളാണ്, കേരളത്തിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. ജോലി ആവശ്യത്തിനും മറ്റുമായി പാകിസ്ഥാനിലേക്ക് പോവുകയും പ്രത്യേക സാഹചര്യങ്ങളിൽ പാകിസ്ഥാൻ പാസ്പോർട്ട് എടുക്കേണ്ടി വരികയും ചെയ്തവരാണ്. എന്നാൽ അവർ ജോലി അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങുകയും ഇവിടെ മക്കളോടും ഭാര്യയോടും കൊച്ചുമക്കളോടും ഒക്കെ ഒത്ത് ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം അവർ ഈ വിസ നടപടിക്രമങ്ങളുടെ ഭാഗമായി ലോങ് വിസയ്ക്ക് അപേക്ഷ നൽകുകയും രാജ്യത്ത് തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലടക്കം ഹർജി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ സാങ്കേതിക നടപടിക്രമങ്ങളിൽ കുരുങ്ങിയാണ് ഇവരുടെ വിസ നടപടികൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇവർക്ക് പൗരത്വം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. പാകിസ്ഥാനിലേക്ക് പോയാൽ അവിടെ യാതൊരു തരത്തിലുമുള്ള ഈ ഒരു ജോലിക്കാരായി അവിടെ ജോലി ചെയ്തു എന്നതിനപ്പുറം മറ്റൊരു ബന്ധങ്ങളും പാകിസ്ഥാനിലുമില്ല. ഇന്ത്യയിൽ ആണ് അവർ ജനിച്ചു വളർന്നത്. കൊയിലാണ്ടി സ്വദേശിയായ ഹംസ കൊയിലാണ്ടിയിൽ തന്നെ ജനിച്ച് വളർന്ന് പഠിച്ച ആളാണ്. അതിനുശേഷം ജോലി ആവശ്യത്തിനായി പോയി മടങ്ങി ഇന്ത്യയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് പാകിസ്ഥാനിലെ പൗരന്മാരായി പാക് സർക്കാർ അംഗീകരിക്കുന്നില്ല, ഇന്ത്യയിലെ പൗരനായി ഇന്ത്യയിലും അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇവർക്ക് ഇന്നലെയാണ് പോലീസ് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് പിന്നീട് വിശദമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് പോലീസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഇവർ ലോങ് വിസയ്ക്കുള്ള അപേക്ഷകൾ ചെയ്തിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം പരിഗണിച്ചാണ് നോട്ടീസ് പിൻവലിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഹൈക്കോടതിയിലും മറ്റും ഇവർ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ കേസ് നടപടികൾ വളരെ ദീർഘകാലമായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യവുമുണ്ട്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചാണ് നോട്ടീസ് പിൻവലിച്ചിരിക്കുന്നത്. എന്തായാലും 79 വയസ്സുള്ള ആളാണ് ഹംസ, അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളാണ് മറ്റു 2 പേരും. എന്തായാലും മാനുഷിക പരിഗണനയോട് കണക്കിലെടുത്താണ് ഇപ്പോൾ വിസ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ നോട്ടീസ് പിൻവലിച്ചിരിക്കുന്നത്. ശ്രീജ, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പൗരത്വമുള്ള പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള ആൾക്ക് നൽകിയ നോട്ടീസ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്.